പ്രിയ വിദ്യാർത്ഥികളെ, ഈ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ പുസ്തക പരിചയ പരിപാടിയിൽ ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വായനയുടെ പ്രാധാന്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം, നമ്മൾ വായിക്കുമ്പോൾ, കഥകൾ വായിക്കുമ്പോൾ, കവിതകൾ വായിക്കുമ്പോൾ, ഈ TV സീരിയലുകൾ കാണുന്നതിനേക്കപ്പുറത്ത് നമുക്ക് എന്ത് മെച്ചമാണ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. ഒരു ഗണിതാധ്യാപകന്റെ കാഴ്ചപ്പാടിൽ കാണുകയാണെങ്കിൽ, ഗണിതം പഠിക്കാൻ നമുക്ക് നല്ല ഭാവന വളരണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഒരു വളപ്പൊട്ട് എന്ന് പറയുമ്പോൾ, ആ വളപ്പൊട്ടിന്റെ അതിന്റെ വർണ്ണപ്പൊലിമയും അതിന്റെ പൊട്ടിയ അഗ്രഭാഗങ്ങളും അതിന്റെ ഡെക്കറേഷൻസും ഒക്കെ നമുക്ക് കാണാൻ കഴിയണം. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമ്മുടെ ബ്രെയിൻ അത് സേവ് ചെയ്യുന്നത് ഇമേജസ് ആയിട്ടാണ്, ചിത്രരൂപത്തിലാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഒരു ഇമേജ്, ഒരു ചിത്രം മനസ്സിൽ കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതില്ല എങ്കിൽ അവിടെ ബോധന പ്രക്രിയ നടക്കുന്നില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഭാവന വളരാൻ വേണ്ടി തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം? പുസ്തകങ്ങൾ വായിക്കണം, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. പുതിയ വളരെ ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വെറും എന്റർടൈൻമെന്റിന് അപ്പുറത്ത് എഡ്യൂട്ടൈൻമെന്റ് എന്നുള്ള വാക്ക് ഈ അടുത്ത കാലത്ത് ഈ ഡിക്ഷണറിയിൽ ചേർത്ത എഡ്യൂട്ടൈൻമെന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം. ഒരു എന്റർടൈൻമെന്റിന് അപ്പുറത്ത് ഒരു എഡ്യൂക്കേഷണൽ വാല്യൂ ഉള്ള പുസ്തകങ്ങൾ വേണം നിങ്ങൾ തെരഞ്ഞെടുത്ത് വായിക്കാൻ. നമുക്ക് പേഴ്സണൽ ഗെയിൻ എന്തെങ്കിലും ഉണ്ടാകുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ വേണം നമ്മൾ എടുത്തിട്ട് വായിക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള നിരവധി പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതിൽ ആദ്യമായി എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്, നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ, നമ്മുടെ വ്യക്തിത്വത്തിന് വികാസം ഉണ്ടാക്കുന്ന രീതിയിൽ നിരവധി പോസിറ്റീവ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്ന പുസ്തകങ്ങൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതിലേറ്റവും മുന്നേ എനിക്ക് നിങ്ങളോട് പരിചയപ്പെടുത്താൻ ഉള്ളത് ശിവകേര എന്ന് പറയുന്ന വളരെ വിഖ്യാതനായ ഒരു എഴുത്തുകാരന്റെ വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പുസ്തകമാണ് യു ക്യാൻ വിൻ എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജിൽ എഴുതിയിട്ടുള്ള ഈ വേർഡിങ്സ് തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി. ആ ഒരു വേർഡിങ്സ് കൊണ്ട് തന്നെ നിങ്ങൾ ഈ പുസ്തകം വായിച്ചു പോകും. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നിരവധി കോട്ടിങ്സ് ഇതിന്റെ അകത്തുണ്ട്. വെരി യൂസ്ഫുൾ ബുക്ക്. ഓക്കെ, യു ഹാവ് ടു റീഡ് ദിസ് ബുക്ക്. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ സ്വപ്നമുള്ളവരാണ് എങ്കിൽ, ഇഫ് യു ഹാവ് എ ഡ്രീം ആൻഡ് യു പുട്ട് ഓൾ യുവർ എഫേർട്സ് ബിഹൈൻഡ് ദ ഡ്രീം ആൻഡ് ദ ഹോൾ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ഫോർ യുവർ സക്സസ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ എല്ലാ ശ്രമവും അതിന് പിന്നിൽ നിങ്ങൾ വെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിലെ സകല നിയാമക ശക്തികളും നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി ഗൂഢാലോചന ചെയ്യും എന്ന് പറയുന്ന ഈ പുസ്തകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഹൈലി ഫിലോസഫിക്കലാണ്. ഓരോ വരികളും മനോഹരമാണ്. ഇതൊരു ബ്രസീലിയൻ റൈറ്റർ ആയിട്ടുള്ള പൗലോ കൊയ്ലോ എന്ന് പറയുന്ന, ഐ ഹാവ് അനദർ കോപ്പി ഓഫ് ദാറ്റ്, പൗലോ കൊയ്ലോ എന്ന് പറയുന്ന വളരെ വിശ്വവിഖ്യാതനായ ഒരു എഴുത്തുകാരന്റെ പുസ്തകമാണ്. ഇതിന്റെ മലയാളം വേർഷൻ നമുക്ക് മാർക്കറ്റിൽ കിട്ടുമെങ്കിലും യു ഹാവ് ടു റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കഥയാണ്, ഫിലോസഫിക്കലാണ്. നിങ്ങളെ പെർസിസ്റ്റന്റ് ആയിട്ട് ഏതെങ്കിലും ഡ്രീംസിന്, നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യത്തെ, നിങ്ങളുടെ അവതാര ലക്ഷ്യത്തെ പിന്തുടരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം. അല്ലെ, ഈ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ആൽക്കമി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, പഴയ കാലത്ത് 15ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ വലിയ ശാസ്ത്ര പുരോഗതി പെട്ടെന്നുണ്ടായി. അപ്പോൾ ശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടി എന്തും സാധ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം ഈ ബേസ് മെറ്റൽസ് ആയിട്ടുള്ള ഈ ലെഡും അതുപോലെ തന്നെ അയേണും ഒക്കെ എന്തെങ്കിലും ഒരു കെമിക്കൽ പ്രോസസ്സിന്റെ അകത്ത് വിധേയമാക്കിക്കൊണ്ട് അതിനെ ഗോൾഡായിട്ട് വളരെ വില പിടിച്ച ഒരു യെല്ലോ മെറ്റലാക്കി മാറ്റാൻ പറ്റും എന്ന് ചിന്തിച്ച ഒരു സമൂഹം വർഷങ്ങളോളം അതിന്റെ പിന്നിൽ റിസർച്ചസ് നടത്തിയിട്ട് കുറേ പേര് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകളെയാണ് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു റീഡ് ദിസ് ബുക്ക്, എ വെരി ഹൈലി വർത്ത് റീഡിംഗ് ബുക്ക്. ഓക്കെ, ഗോ ഫോർ ദിസ്. ലൈഫിൽ വായിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമായി എനിക്ക് എടുത്തു പറയാവുന്ന ഒരു പുസ്തകമാണ് ദി മങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാറി. ഈ പുസ്തകത്തിന്റെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ജൂലിയൻ മാൻഡൽ എന്ന് പറയുന്ന ഒരു ബാരിസ്റ്ററാണ്. വളരെ തിരക്ക് പിടിച്ച ജീവിതം നിൽക്കുന്ന വളരെ വെൽത്തി ആയിട്ടുള്ള ഈ മനുഷ്യൻ ജീവിതത്തിന്റെ ഏറ്റവും പീക്ക് ടൈമിൽ അദ്ദേഹം അസുഖബാധിതനായി കർമ്മമണ്ഡലത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്നു. കുറെ കാലം അദ്ദേഹത്തിന് എവിടെയാണെന്ന് ആർക്കും അറിയണ്ടായിരുന്നില്ല. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വരുന്നു. തിരിച്ച് വളരെ പ്രസന്നനായി, ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായി തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോൺ എന്ന് പറയുന്ന ഒരാൾക്ക് ജീവിതത്തിന് ഏതൊക്കെ തലങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെയൊക്കെ വിജയിക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹൈലി ഫിലോസഫിക്കൽ ആയിട്ടുള്ള പുസ്തകമാണ്. വളരെ യൂസ്ഫുൾ ആണ്. കുറച്ച് തിക്കായ ലാംഗ്വേജ് ആണെങ്കിലും ഈ ഫിലോസഫിക്കൽ പ്രിൻസിപ്പിൾസ് ഒരു കഥ പോലെ നമുക്ക് തരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി നമുക്ക് ഇതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. ജൂലിയൻ മാൻഡൽ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ പിൻവാങ്ങിക്കൊണ്ട് ഹിമാലയ സാനുക്കളിൽ വന്നിട്ട് ഒരുപാട് സെയിന്റ് ആയിട്ടുള്ള ആളുകളായിട്ട് ഇടപെടുകയും അവിടുന്ന് കുറെ പ്രിൻസിപ്പിൾസ് പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എത്തിയപ്പോൾ അവരുടെ നോളജ്, ഒരുപാട് തലമുറകളായി ആർജിച്ചിട്ടുണ്ടായിരുന്ന ഈ നോളജ് ഇയാൾക്ക് പകർന്നു കൊടുക്കുന്നതിന് മുമ്പ് അവർ പറയുന്ന ഒന്ന് രണ്ട് കാര്യമാണ് ഇവിടെ പറയുന്നത്. Before I take you into our private world and share our collected knowledge for filling your life with more strength, joy and purpose, I must request one promise from you. Upon learning these timeless principles, you must return to your homeland in the West and you must share all these principles to those who need to hear it. Though we are isolated here in these magical mountains,
We are aware of the turmoil your world is in. Good people are losing their way. You must give them the hope that they deserve. More importantly, you must give them the tool to fulfill their dreams. That's all I ask. ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഇതിന്റെ 50th പേജിലുള്ള ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. When you are inspired by some great purpose, some extraordinary project, all your thoughts break their bonds. Your mind transcends limitations. Your consciousness expands in every direction. You find yourself in a new, great and wonderful world. Dormant forces, faculties and talents would become alive, and you discover yourself to be a greater person than you ever dreamed yourself to be. A very powerful paragraph, and this book is very worth reading, and you have to read this book. If you want to transform yourself to be a greater person, certainly, definitely you must read this book. The most useful and powerful book I have ever read in my life. Okay? You have to read this book. നിരവധി പുസ്തകങ്ങൾ, അതുപോലെ തന്നെ മാജിക് ഓഫ് തിങ്കിങ് ബിഗ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. പോസിറ്റീവ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു നല്ല പുസ്തകമാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ ഇവിടെ നോക്കിയാൽ നമ്മൾ ഏതൊക്കെ ലോകങ്ങളിൽ നമ്മുടെ എം ടി വാസുദേവൻ നായർ പറഞ്ഞതുപോലെ അറിയാത്ത അത്ഭുതങ്ങൾ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എന്റെ നീളാനദിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ എം ടി വാസുദേവൻ നായർ പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പല രാജ്യങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ അറിയാതെ തിരിച്ചെത്തുന്നത് നമ്മുടെ മലയാളം പുസ്തകങ്ങളിലാണ്. അമിത വായന കൊണ്ട് തേഞ്ഞു പോയ ഒരു പുസ്തകം എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരനായ കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്ന കവിയുടെ 1950 തൊട്ട് ഇങ്ങോട്ടുള്ള ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന വലിയ പ്രതീക്ഷകളൊക്കെ ഓരോന്നായി അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ അഭ്യസ്തരായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ മദ്രാസിയിലേക്കോ കൽക്കട്ടയിലേക്കോ ഡൽഹിയിലേക്കോ ഒക്കെ വണ്ടി കയറി പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് കൽക്കട്ടയിലേക്ക് ഒരു പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥനായിട്ട് വണ്ടി കയറിപ്പോയ ഒരാളാണ് ഈ കടമ്മനിട്ട രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കവിതകളെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്മളെ 80 തൊട്ട് ഇങ്ങോട്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് 1980 തൊട്ട് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ആധുനിക കവിത എന്ന ഒരു സങ്കേതത്തെ മോഹഭംഗങ്ങളുടെ ആലാപനങ്ങളുടെ പേരിലും വൃത്തഭംഗങ്ങളുടെയും ദുർഗ്രാഹ്യതയുടെയും ഒക്കെ പേരിൽ പഴി പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്ന കാലഘട്ടങ്ങൾ ഉയർന്നു വന്ന ഒരു എഴുത്തുകാരനാണ്, ഒരു കവിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. ഇദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികൾ ബാല്യത്തിന്റെ സ്വച്ഛന്തവും സുന്ദരമായ വർണ്ണനാഥ രൂപങ്ങളുടെ ലോകം നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള വേദന ആവിഷ്കരിക്കുന്ന കവിതകളായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല കവിതകൾ. തുമ്പയും മുക്കുറ്റിയും തുമ്പിതുള്ളിടും തോപ്പിൽ തുമ്പികൾ മഞ്ഞക്കോടി ഉടുക്കും ദിനങ്ങളിൽ ഇമ്പമാർ മുഞ്ഞാലാടി ഉയർന്നു പറന്നുപോയി അമ്പിളിക്കല തൊട്ട നാളുകൾ മറന്നുപോയി. അങ്ങനെ പറയുന്ന ആ കവി ഒരല്പം കാലത്തിന് ശേഷം വളരെ റിവോൾട്ടാകുന്ന ഒരു രീതിയിലേക്ക് ഒരു കുടം താറുമായി ഒരു കുറ്റിച്ചൂലുമായി ഉണരും വെറുപ്പിന്റെ ശീലുമായി ഓടയിലോടും അഴുക്കിന്റെ ചാലിൽ നിന്നീ മണിമേട ഞാൻ താറടിക്കും നഗ്നചിത്രങ്ങൾ കരിയിലെഴുതി മുഗ്ധഭാവങ്ങളെ മാച്ചുവയ്ക്കും വർണ്ണപ്പകിട്ടുകൾ കണ്ണാടിയിട്ടൊരു ചില്ലു ശില്പങ്ങൾ ഞാൻ തച്ചുടയ്ക്കും നിങ്ങളുടെ കൽപ്പകത്തോപ്പിലെ രീതിയിൽ എങ്ങും ഞെരിഞ്ഞിലിന്നുള്ളുവാകും കണ്ടാലറക്കുന്ന കണ്ണിൽ തറക്കുന്ന വേണ്ടാതനങ്ങൾ വരച്ചുവെക്കും തെറിയുടെ ചീളുകൾ തെന്നിച്ച് നിങ്ങളുടെ നെറിയുടെ കൂറ വലിച്ചഴിക്കും വെങ്കളി പൂശിയ വെൺമുകിൽ ഭിത്തിയിൽ കാർമഷി കൊണ്ട് കളം വരയ്ക്കും വെൺകിളി പൂശിയ വെൺമുകിൽ ഭിത്തിയിൽ കാർമഷി കൊണ്ട് കളം വരയ്ക്കും. അത്തരത്തിലുള്ള ഒരു സോഷ്യൽ ആന്റഗോണിസ്റ്റ് ആയിട്ട് അദ്ദേഹം മാറുകയാണ് കുറച്ച് കഴിയുമ്പോൾ. പിന്നീട് കുറെ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി അദ്ദേഹം കോഴി എന്ന് പറയുന്ന വളരെ തത്വജ്ഞാനപരമായ ഒരു കവിത എഴുതാണ്. ഒരു സാധാരണ ഒരു സാധുജീവിയാണെങ്കിലും കോഴി അതിന്റെ ജീവിതം ഒരു നീണ്ടുപോകുന്ന ജീവിതത്തിന്റെ പാതയിൽ നിർത്തിക്കൊണ്ട് അതിന്റെ ഇളം തലമുറക്ക് ഒരു കോഴി പറഞ്ഞു കൊടുക്കുന്ന ജീവിത ഉപദേശങ്ങൾ എന്ന രീതിയിലാണ് ഈ കവിത പോകുന്നത്. കുഞ്ഞേ തുള്ളാൻ നേരമില്ലിപ്പോൾ കഞ്ഞ വെയിലത്ത് കാലുകൊള്ളുമ്പോൾ എന്നും എന്റെ ചിറകിന്റെ കീഴിൽ നിന്നു നിന്റെ വയറു നിറക്കാം എന്നു തോന്നുന്ന തോന്നലു വേണ്ട നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം നേരമായി നിനക്കു ജീവിക്കുവാൻ നേരമെന്നു തിരക്കു കൂട്ടുന്നു എന്ന് പറഞ്ഞങ്ങനെ പോവാണ്. അങ്ങനെ പോകുമ്പോൾ ഈ പുതുതലമുറയോട് അദ്ദേഹത്തിന് ഏറ്റവും വളരെ ഫിലോസഫിക്കലായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കാവ്യ കിളിപ്പാട്ടുകൾ കേട്ടും പൂ കണ്ടും പറന്നു ചെല്ലല്ലേ കാടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ട് കടിച്ചു പറിക്കും തോട്ടുവക്കിലെ കൈതക്കകത്ത് തെറ്റിപൂത്ത പടർപ്പീനകത്ത് കാറ്റു തിന്നു കഴിയുന്ന വർഗം കാത്തിരിപ്പു കരുതി നടക്ക. ആരാണ് ഈ കാറ്റ് തിന്ന് കഴിയുന്ന വർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒരു ലാബലും ഇല്ലാതെ ഒരു അധ്വാനവും ഇല്ലാതെ വളരെ സമൃദ്ധമായി ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്.
അവർക്ക് വ്യക്തമായ ജോബൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മളെക്കാളൊക്കെ മനോഹരമായിട്ട് അവർ ജീവിക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് പുതുതലമുറയോട് ഈ കമ്മ്യൂണിസ്റ്റ് കവി പറഞ്ഞത്. കണ്ണ് വേണം ഇരുപുറം എപ്പോഴും, കണ്ണ് വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കൂൾ, കണ്ണ് വേണം അണയത്ത കണ്ണ്. അദ്ദേഹത്തിന്റെ എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയ മറ്റൊരു വരി എന്ന് പറയുന്നത് ശാന്ത എന്ന് പറയുന്ന കവിതയിലെ ഈ മനോഹരമായ അദ്ദേഹത്തിന്റെ വരികളിലൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ, കസ്തൂരി പോലെ മണക്കട്ട വാക്കുകൾ. കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ, കസ്തൂരി പോലെ മണക്കട്ട വാക്കുകൾ. താങ്ക് യു.